വാസ്തവത്തിൽ സനാതന ധർമ്മം ഹിന്ദു മതത്തിന്റെ സങ്കല്പമല്ല, ഭാരതത്തിന്റെ സങ്കല്പമാണ്. എന്താണ് സനാതന ധർമ്മം? പലപ്പോഴും നമുക്ക് അതിന്റെ അർത്ഥം പോലും അറിയില്ല. ശാശ്വതമായ സത്യം തേടുകയാണ്, മോക്ഷം തേടുകയാണ്, ധർമ്മം തേടുകയാണ്. അത് ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഒക്കെ ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് സനാതന ധർമ്മം എന്ന ആശയം. അത് പിന്നീട് ഒരു മതമായി രൂപപ്പെട്ട ഹിന്ദുമതം സ്വീകരിച്ചു. കാരണം ഭാരതത്തിന്റെ ആചാര്യന്മാർ, ഋഷിവര്യന്മാർ മനുഷ്യനെ മനുഷ്യനായാണ് കരുതിയത്, മതത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. അവരാരും വർഗീയവാദികളായിരുന്നില്ല. അവരുടെ സങ്കല്പമാണ്, ഭാരതത്തിന്റെ പാരമ്പര്യമാണ് സനാതന ധർമ്മം. എല്ലാവർക്കും ക്ഷേമം, എല്ലാവർക്കും. എന്താണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ? ജനിക്കുന്നത് മരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ? ജനിക്കുന്നത് മരിക്കുന്നവർ. അന്ന് മുതൽ ഏറിയാൽ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആയുസ്സാണ് പ്രകൃതി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ സനാതന ധർമ്മം പറയുന്നത് മോക്ഷം അത് നിത്യമാണ്. യഥാർത്ഥ ജീവിതം നിത്യജീവിതമാണ്. ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ കാലം. അതിനും ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും, അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല. മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം. ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. ആ മോക്ഷത്തിന് വേണ്ടി, ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ്, കർമ്മമാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. നല്ലത് ചെയ്യൂ, കരുണ കാണിക്കൂ. മനുഷ്യനോട് മാത്രമല്ല, സസ്യജാലങ്ങളോടും മൃഗങ്ങളോടും കരുണ കാട്ടൂ, വാത്സല്യം കാട്ടൂ, സ്നേഹിക്കൂ. ഇതാണ് സനാതന ധർമ്മം.